നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊതുജനങ്ങളുടെ പ്രശ്നത്തിൽ നേരിട്ടിടപെട്ട് ഹൈക്കോടതി. പൊതുജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞ രാഷ്ട്രീയക്കാർക്ക് ശക്തമായ താക്കീതായി ഹൈക്കോടതിയുടെ അസാധാരണ നീക്കം. റോഡ് കയ്യേറിയുള്ള 4 പരിപാടികളുമായി ബന്ധപ്പെട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളടക്കം 17 പേർ ഫെബ്രുവരി 10 ഉച്ചയ്ക്ക് 2 നേരിട്ട് ഹാജരാകണം. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും കോടതി വിട്ടില്ല. ഇവരുൾപ്പെടെ 19 പേർക്ക് കോടതി അലക്ഷ്യ നോട്ടീസ് നൽകി. ഇതിൽ 17 പേരാണ് കോടതിയിൽ ഹാജരാകേണ്ടത്. ഗതാഗതവും കാൽനട യാത്രയും തടസ്സപ്പെടുത്തിയുള്ള യോഗങ്ങളെ ലാഘവത്തോടെ കാണാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ളവരാണ് നേരിട്ട് ഹാജരാകേണ്ടത്. ജസ്റ്റിസ് അനിൽ K നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് എന്നിവർക്കും കോടതി അലക്ഷ്യ നോട്ടീസ് നൽകിയെങ്കിലും നേരിട്ട് ഹാജരാകുന്നതിൽ നിന്ന് ഒഴിവാക്കി. പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം തള്ളി. വഞ്ചിയൂരിലെ CPM സമ്മേളനം, CPI അനുകൂല സർവീസ് സംഘടനയായ ജോയിന്റ് കൌൺസിൽ സെക്രട്ടേറിയറ്റ് ധർണ, തിരുവനന്തപുരം ബാലരാമപുരത്തെ ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി, കോൺഗ്രസിന്റെ കൊച്ചി കോർപ്പറേഷൻ ധർണ എന്നിവയുമായി ബന്ധപ്പെട്ട് മരട് സ്വദേശി N പ്രകാശ് നൽകിയ കോടതി അലക്ഷ്യ ഹർജിയിലാണ് നടപടി. അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിന്റെ അടക്കം പ്രാഥമിക വാദം കേട്ട കോടതി പ്രഥമ ദൃഷ്ട്യാ കോടതി അലക്ഷ്യ നിലനിൽക്കുമെന്ന് വ്യക്തമാക്കി. വീഡിയോ ദൃശ്യങ്ങളും പരിശോധിച്ചു. വഞ്ചിയൂരിലേത് പ്രതിഷേധ പരിപാടി പോലും ആയിരുന്നില്ലെന്ന് കോടതി വിലയിരുത്തി. കോടതി സമുച്ചയത്തിനും പോലീസ് സ്റ്റേഷനും സമീപത്തായിരുന്നു സമ്മേളനം. നേരിട്ട് ഹാജരാകേണ്ടത് ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. CPM MB ഗോവിന്ദൻ, M വിജയകുമാർ, MLA മാരായ കടകംപള്ളി സുരേന്ദ്രൻ, V ജോയി, VK പ്രശാന്ത്. CPI-യിൽ നിന്ന് ബിനോയ് വിശ്വം, പന്ന്യൻ രവീന്ദ്രൻ, ജയചന്ദ്രൻ കല്ലിങ്കൽ എന്നിവരാണ്. കോൺഗ്രസ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്, TJ വിനോദ് MLA, മുൻ മന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ. പോലീസ് ഉദ്യോഗസ്ഥർ തിരുവനന്തപുരം കമ്മീഷണറായിരുന്ന IG സ്പർജൻ കുമാർ, കൊച്ചി കമ്മീഷണർ പുട്ട വിമലാദിത്യ, തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണൻ, CI-മാരായ D ഗിരിലാൽ, അനീഷ് ജോയ്, SHO പ്രജീഷ് ശശി. വഴി തടഞ്ഞുള്ള പരിപാടികൾ ഇതൊക്കെയാണ്. ഡിസംബർ 5 വഞ്ചിയൂരിൽ CPM പാളയം ഏരിയ സമ്മേളനം. റോഡിൽ സ്റ്റേജ് കെട്ടി ഗതാഗത തടസ്സമുണ്ടാക്കി. MB ഗോവിന്ദനും MLA-മാരുമടക്കം വേദിയിലുണ്ടായിരുന്നു. ഡിസംബർ 10, 11 തീയതികളിൽ ജോയിന്റ് കൌൺസിലിന്റെ സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ ധർണ. ഫുട്പാത്തും റോഡിന്റെ പകുതിയും തടസ്സപ്പെടുത്തി. ഉദ്ഘാടകൻ ബിനോയ് വിശ്വമായിരുന്നു. ഡിസംബർ 11 തീയതി കൊച്ചിയിലെ കോൺഗ്രസ് ധർണ നടത്തിയത് ഫുട്പാത്ത് കയ്യേറി. ജനുവരി 3 ബാലരാമപുരത്ത് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ റോഡ് തടഞ്ഞ് ജ്വാല വനിതാ ജംഗ്ഷൻ പരിപാടി. ഉദ്ഘാടനം റൂറൽ SP കിരൺ നാരായണൻ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.